സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ 9 കൊല്ലവർഷം 1201 തുലാം 23 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോക പ്രമേഹ ദിന പരിപാടികൾ 2025 വിപുലമായ പരിപാടികളുമായി പാറശാല സരസ്വതി ഹോസ്പിറ്റൽ. തിരുവനന്തപുരം മെട്രോ പാപ്പനംകോട് മുതൽ ഇഞ്ചക്കൽ വരെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം. അടുത്ത വർഷം മുതൽ ശാസ്ത്രോത്സവത്തിനും സ്വർണ്ണക്കപ്പ്. തെരുവിൽ നായകൾ വേണ്ട, പൊതുസ്ഥാപനങ്ങളുടെ അടുത്തുനിന്ന് തെരുവ് നായകളെ നീക്കണം. സുപ്രീം കോടതി. പാറശാല ഉപജില്ലാ കലോത്സവം സമാപിച്ചു. വാർത്തകൾ വിശദമായി. ലോക പ്രമേഹ ദിന പരിപാടികൾ. ആതുര ശുശ്രൂഷ രംഗത്ത് ആരോഗ്യ സംരക്ഷണത്തിലും ആരോഗ്യ ബോധവൽക്കരണത്തിലും മികവ് പുലർത്തി 2 ദശാബ്ദത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ആതുരാലയമാണ് സരസ്വതി ആശുപത്രി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ സരസ്വതി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. പ്രമേഹത്തിനെതിരായ സരസ്വതിയുടെ പോരാട്ടത്തിൽ പങ്കുചേരാനും നവംബർ 14 നടക്കുന്ന ലോക പ്രമേഹ ദിന പരിപാടികളിൽ കുടുംബസമേതം പങ്കെടുക്കാനും ഹൃദയപൂർവ്വം ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം മെട്രോ പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടവും ഒക്കെ കടക്കാൻ 2 റീൽസ് കണ്ടുതീരുന്ന സമയം മതിയാകും. കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് ആകാശയാത്രയിലേക്ക് നെടുനീളത്തിൽ പായാൻ തയ്യാറാവുകയാണ് തലസ്ഥാന നഗരം. തുടക്കം പള്ളിപ്പുറം മുതൽ കരമന വരെ പ്രധാന റൂട്ട് മെഡിക്കൽ കോളേജ്, കേശവദാസപുരം, സ്റ്റാച്യു, ബേക്കറി തുടങ്ങിയ ജംഗ്ഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈഞ്ചക്കൽ, കഴക്കൂട്ടം, പാപ്പനംകോട് റൂട്ടിലാണ് ഇപ്പോൾ സർക്കാർ അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ ശാസ്ത്രോത്സവത്തിനും സ്വർണ്ണക്കപ്പ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് പ്രൗഢോജ്വലമായ തുടക്കം. മേളയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സംസ്ഥാന കായികമേള കലോത്സവ മാതൃകയിൽ ശാസ്ത്രോത്സവത്തിനും 1ാം സ്ഥാനം നേടുന്ന ജില്ലയ്ക്ക് അടുത്ത വർഷം മുതൽ സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മേളയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കും A ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനത്തുകയും വർദ്ധിപ്പിക്കും. തെരുവിൽ നായകൾ വേണ്ട, പൊതുസ്ഥാപനങ്ങളുടെ അടുത്ത് നിന്ന് തെരുവ് നായകളെ നീക്കണം. സുപ്രീം കോടതി. പാതകളിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കണം. പിടികൂടുന്ന നായകളെ വന്ധ്യംകരിച്ച് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും ഉത്തരവിട്ടു. സ്വകാര്യ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, കായിക കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങൾ 8 ആഴ്ചയ്ക്കകം തെരുവ് നായകൾ കയറാത്ത രീതിയിൽ അതിർത്തി കെട്ടി സംരക്ഷിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. പാറശാല ഉപജില്ലാ കലോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായി വിവിധ വേദികളിൽ 5000-ഓളം വിദ്യാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ പങ്കെടുത്തത്. പ്രധാന വേദിയിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെൻ ഡാർവിൻ ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ഗവൺമെന്റ് UPS കുന്നത്തുകാർ 55 പോയിന്റോടെ 1ാം സ്ഥാനം നേടി. കൗതുക വാർത്തകൾ. 99ാം വയസ്സിലും ലീലാവതി ടീച്ചർ എഴുതുന്നു. പുതിയ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് പ്രായം 99ലേക്ക് കടക്കുമ്പോഴും എഴുത്തു തുടരുന്ന ഡോക്ടർ M ലീലാവതി പുതിയ പുസ്തകത്തിന്റെ രചനയിലാണ്. 2 മാസം മുൻപ് തുടങ്ങിയ എഴുത്ത് ഇപ്പോൾ 265 പേജായി. കുരുക്ഷേത്ര യുദ്ധം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, പക്ഷേ അതിന് ശ്രമിക്കാതെ പലരും മൗനമായത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഈ എഴുത്ത് ഉയർത്തുന്നുണ്ട്. മഹാഭാരതത്തിലെ മൗനം എന്ന പുതിയ കൃതിയെക്കുറിച്ച് ഡോക്ടർ M ലീലാവതി പറഞ്ഞു. കായികം. ലോക ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യയുടെ അഭിമാനമായ ഹോക്കിയുടെ 100ാം വാർഷികം ആഘോഷിച്ച രാജ്യം. 1925 നവംബർ 7-നാണ് ഗോളിയറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. അധികം വൈകാതെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കായിക ഇനമായി ഹോക്കി വളർന്നു. 1928 തുടങ്ങിയ ഹോക്കിയിൽ 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പ് നേടി. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലം നേടിയിരുന്നു. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ആരോഗ്യമുത്തുകളിൽ ഞാൻ ഈ ക്ഷണം നടത്തുന്നത്. വരുന്ന വെള്ളിയാഴ്ചയാണ് വേൾഡ് ഡയബറ്റിസ് ഡേ അഥവാ ലോക പ്രമേഹ ദിനം. ഇന്റർനാഷണൽ ഡയബറ്റിസ് ഫെഡറേഷൻ ലോകമെമ്പാടും പ്രമേഹത്തിനെതിരെ ബോധവൽക്കരണത്തിനും പൊതുജനതയെ ഉണർത്തുന്നതിനുമായി ആചരിക്കുന്ന ഈ മഹാദിനത്തിൽ സരസ്വതി ആശുപത്രിയും പതിവ് പോലെ വളരെ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് ആശുപത്രിയുടെ മുന്നിൽ ഒരു മനുഷ്യ ചങ്ങലയും പ്രമേഹ ബോധവൽക്കരണ പ്രതിജ്ഞയും നടക്കും. അത് കഴിഞ്ഞ് KSRTC വിവിധ ഡിപ്പോകളെ പ്രമേഹ സൗഹൃദ തൊഴിലിടങ്ങളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായി പാറശാല KSRTC ഡിപ്പോയുടെ ചുറ്റും ഒരു പ്രമേഹ സുരക്ഷാ വലയം തീർക്കും. തുടർന്ന് പൊതുസമ്മേളനം നമ്മുടെ പ്രിയങ്കരിയായ അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ വെച്ച് KSRTCയുടെ CMD ശ്രീ പ്രമോദ് ശങ്കർ പാറശാല, നെയ്യാറ്റിൻകര, പാപ്പനംകോട്, തിരുവനന്തപുരം സിറ്റി, പേരൂർക്കട എന്നീ KSRTC യൂണിറ്റുകളെ സരസ്വതിയുമായി കൈകോർത്ത് പ്രമേഹ സൗഹൃദ തൊഴിലിടങ്ങളായി മാറ്റി വിവരം പ്രഖ്യാപിക്കും. പിന്നെ ഒരു ചെറിയ സന്തോഷ വാർത്തയുമുണ്ട്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി പ്രമേഹ വാതരോഗ ചികിത്സയിൽ നേടിയെടുത്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രമേഹത്തിൻ്റെ പാദസ്പർശം എന്ന രോഗികൾക്കുള്ള ഒരു വഴികാട്ടിയായ പുസ്തകം
രചിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കവർ പേജിൻ്റെ പ്രകാശനം പ്രിയപ്പെട്ട തമ്പുരാട്ടി അന്നേ ദിവസം പ്രകാശനം ചെയ്യും. കൂടാതെ സരസ്വതി ഹസ്തം ടൈം ബാങ്ക് എന്ന പ്രശസ്തമായ രീതിയിൽ കഴിഞ്ഞ 7 വർഷങ്ങളായി നഗരത്തിൽ പ്രവർത്തിക്കുന്ന ടൈം ബാങ്കിൻ്റെ 8ാം വാർഷികം ശ്രീ പ്രമോദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്യും. സരസ്വതി ഹോസ്പിറ്റലിൽ തുടങ്ങുന്ന 2 പ്രത്യേക സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളായ സരസ്വതി വെയിൻ ക്ലിനിക്കും സങ്കീർണ ഹെർണിയ ശസ്ത്രക്രിയകൾക്കുള്ള കോംപ്ലക്സ് ഹെർണിയ ക്ലിനിക്കും അന്ന് ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികളോടുകൂടി ഉച്ചയോടുകൂടി പ്രോഗ്രാം അവസാനിക്കും. നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സരസ്വതി കുടുംബത്തിലേക്ക് അന്നേ ദിവസം രാവിലെ 8 മണി മുതൽ ഉച്ചവരെ ചെലവഴിക്കുവാൻ എത്തിച്ചേരണമെന്ന് വിനീതമായി ക്ഷണിക്കുന്നു. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയകുമാർ രാവിലെ 10:30 മുതൽ 12:30 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയകുമാർ രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4:30 മുതൽ 6 വരെ. ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജവരാജ് ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെ. ENT ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ. പൾമനോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് 3:30 മുതൽ 5 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 0471220189 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: ലോക പ്രമേഹ ദിനം ഒരു പ്രശസ്ത വ്യക്തിയുടെ ജന്മദിനമാണ്. ആ ദിനത്തെയാണ് ലോകമെമ്പാടും ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. ഏതാണ് ആ വ്യക്തി? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.